ഹലോ മക്കളെ, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പഠിച്ചൊക്കെ റെഡിയായി സെറ്റായിട്ട് ഇരിക്കുകയാണ് നാളെ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ടല്ലേ. എന്നാലും ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് പോവാട്ടോ എല്ലാവരും. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ആകെ 6 ഗതിവിധികൾ തരും. അതിൽ 5 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. ഗതിവിധി എന്നാണ് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ അല്ലേ, അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഇപ്പോൾ 3ാമത്തെ എക്സാമല്ലേ എഴുതാൻ പോകുന്നത്. ക്വാർട്ടർലി എക്സാം എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് ടൈം എക്സാം എഴുതിയിട്ടുണ്ട്, ആനുവൽ എക്സാമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ അത് തന്നെയാണ്, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്ത് 5 ചോദ്യങ്ങളുണ്ടാവും. ആ 5 ചോദ്യങ്ങളുടെ ഉത്തരം ആ പാരഗ്രാഫിൽ നോക്കി എഴുതാനുള്ളതാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യനാണ്, സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ബാക്കി 5 ആക്ടിവിറ്റീസ്. അതിൽ നിങ്ങൾ 4 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ആക്ടിവിറ്റി അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ബാക്കി വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് കവിതയുടെ ആശയം എഴുതാനാണ്, രണ്ടാമത്തത് പോസ്റ്റർ, ഡയറി, പത്ര, ഇങ്ങനെ ആണ് ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ഒരു പിക്ചർ തന്നിട്ട് അതിലെ ഓരോ പിക്ചറിനെയും അടിസ്ഥാനമാക്കിയുള്ള സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാറുണ്ട്. പുറത്തു നിന്നൊരു കവിത തന്നിട്ട് അതിന് ശീർഷകതയും കവിതാക്കേലിയേക്ക് ശീർഷകതയും എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരും. കവിതാക്കേലിയെ ശീർഷകതയം എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കുക. പിന്നെ ആ കവിതയുമായി ബന്ധപ്പെട്ട് ഒരു സഹി മിലാൻ കരയും എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടാവും. സഹി മിലാൻ കരയും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശരിയായി യോജിപ്പിക്കാനാണ്. അത് വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന കവിതാഭാഗം നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് സമാൻ അർത്ഥ വാലേ ശബ്ദ്. സമാൻ അർത്ഥ വാലേ ശബ്ദ് എന്ന് പറഞ്ഞാൽ അത് കവിതയിൽ നിന്നാണ് കൂടുതലും ചോദിക്കാറുള്ളത്. കവിതയിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് ജമീൻ കോ ജാദു ആത്താഹെ എന്നുള്ള കവിതയിൽ ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ധർത്തി അറിയാം. പിന്നെ ബാഗ് അല്ലേ, ബാഗ് എന്ന് പറഞ്ഞാൽ ബഗീച, പൂന്തോട്ടം. പിന്നെ ഇതല്ലാതെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ഇൻസാനിയത്തിക്ക് മിസാൽ എന്നുള്ള പാഠത്തിൽ സൈലാബ്, പ്രളയ്, പിന്നെ പേട്, വൃക്ഷ്, ബാദൽ, മേഘ്, പാനി, ജൽ, ഇങ്ങനെയുള്ള കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. ഇത് മിസ് പറയുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കവിതയുടെ ആശയം എഴുതാൻ ചോദിക്കും. അതേപോലെ കവിതയിൽ നിന്ന് സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഗേം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം ഉണ്ടാവും. സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഗേ എന്ന് പറഞ്ഞാൽ സമാന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക, അതാണ്. പിന്നെ ജമീൻ കോ ജാദു ആത്താഹെ എന്നുള്ള കവിത എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. പിന്നെ മാർച്ച് എന്ന ചാപ്റ്റർ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലെറ്റർ എഴുതാൻ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ മിസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെറ്റർ, പോസ്റ്റർ, ഡയറി ഒക്കെ എങ്ങനെ എഴുതുന്നത് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കാണാം. പിന്നുള്ളത് കവിതാംശക ആശയലിഖ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയല്ലോ. പിന്നെ ഉള്ളത് നമുക്ക് അമ്മ ഉല്ലു, നന്ന ഉല്ലു, ആ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ആര് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദ്യം കാണാറുണ്ട്, അത് നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ ബഡാ ബായി ചോട്ടാ ബായിലെ നമ്മളെ ദോ ബായി ആ കഥയിലെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് നോക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡയറി എഴുതേണ്ടതെന്ന് മിസ് ഒന്ന് കാണിച്ചു തരാം. ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. ഔട്ട്ലൈൻ വരച്ചിട്ട് ആദ്യം ഇവിടെ നമ്മൾ ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, അതിൻ്റെ കൂടെ തന്നെ ദിനാങ്ക്, ഡേറ്റ്. നിങ്ങളിവിടെ താരീഖ് എന്ന് എഴുതി പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെ പഠിച്ചവർ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. അപ്പോൾ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ഇങ്ങനെയാണ് ആഴ്ചയിലെ ദിവസങ്ങൾ.
അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഇതിലുള്ള എല്ലാ വാർ എന്നുണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ രവി, സോമ്, മംഗൾ, ബുധ്, ഗുരു, ശുക്ര, ശനി. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഞാനിങ്ങനെ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ്? രവിയും സോമനും മംഗളം വാങ്ങാൻ ബുധനാഴ്ച ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ശുക്രനെയും ശനിയെയും കണ്ടു. ഇങ്ങനെ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡേറ്റ്, നാളത്തെ എക്സാം ഡേറ്റ് നാളത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച, ഗുരുവാർ അന്ന് ഇവിടെ എഴുതാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ ദിനാങ്കം എന്ന് എഴുതിയാലും മതി. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ആ തന്ന ചോദ്യത്തിൽ ഇപ്പോൾ നമുക്ക് ഡയറി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അമ്മ ഉല്ലു, നന്ന ഉല്ലു, ബഡ ബായി, ചോട്ടാ ബായി ഇവരുടെയൊക്കെ ഡയറിയാണ് ചോദിക്കുക. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് ഇൻസാനിയത്തിക്ക് മിസാൽ എന്നുള്ള ചാപ്റ്ററിൽ പാരീഖിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുടെയും ഡയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരീഖിൻ്റെ ഡയറി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുടെ ഡയറി ചോദിക്കാം. ഞാൻ ആ പേര് മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറി ചോദിക്കുമ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ആജ്, ഇന്ന്, ആജ് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ഗുഷീക്ക ദിൻ ദ, ഗുഷീക്ക ദിൻ ദ ഇങ്ങനെ എഴുതാം. ഇനി സങ്കടമാണെങ്കിൽ ഈ ഗുഷി എന്നതിന് പകരം ദുഃഖ ദിൻ ദ അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആരുടെ ഡയറിയാണോ ആ പാരഗ്രാഫിനകത്ത് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അയാൾ പറയുന്നത് പോലെ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഡയറി എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം എന്ത് എഴുതാം? ആജ്, ആജ് ഇത്നാഹി, ആജ് ഇത്നാഹി ഇന്ന് ഇത്രയും, ബാക്കി കൽ, ബാക്കി നാളെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹേ ഭഗവാൻ, ഹേ ഭഗവാൻ, ഹേ ഭഗവാൻ കൃപാ കരേം ഇങ്ങനെ എഴുതി വെക്കാം. ഹേ ഭഗവാൻ കൃപാ കരേം ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറി ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയറി എഴുതേണ്ട കാര്യത്തിൽ. ഇത്ര മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി അടുത്തത് എന്ന് പറയുന്നത് പോസ്റ്ററാണ്, പത്രമാണ്. പത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കത്താണ് കേട്ടോ. പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താണ്. കത്ത് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഇവിടെ നമ്മൾ സ്ഥാൻ, സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, സ്ഥാൻ കോമഡ, അതേപോലെ തന്നെ താരീഖ്, താരീഖ് എന്ന് എഴുതിയിട്ട് കോമഡ. ഇവിടെ പ്രിയ മിത്ര, എന്താ എഴുതേണ്ടത്? പ്രിയ മിത്ര, പ്രിയ മിത്ര എന്ന് എഴുതാം കോമഡ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിനോട് നമ്മളെന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ അതിന് എഴുതണം കൈസേ ഹോ, കൈസേ ഹോ, ടീക്ക് ഹേന, അല്ലേ? ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി കേട്ടോ, കൂടുതൽ എഴുതണ്ട. കൈസേ ഹോ, ടീക്ക് ഹേന എന്ന് പറഞ്ഞാൽ സുഖം തന്നെയല്ലേ. മേ യഹാം, മേ യഹാം കുശൽ സേ ഹും ഇങ്ങനെ എഴുതാം. മേ യഹാം കുശൽ സേ ഹും ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചോദ്യത്തിലൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവുമല്ലോ, ആ പാരഗ്രാഫിനെയാണ് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ആ വിവരം പറയുന്നത് പോലെ എഴുതാം. ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ മാർച്ച് എന്ന ചാപ്റ്ററിൽ നമ്മൾ ലേഖകൻ എഴുതുന്ന കത്താണ് ചോദിക്കുക കേട്ടോ. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് പഠിച്ചു വച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. മാം ബാപ്പുക്കോ, ഇവിടെ ഒരു ഐഫൺ ഇടാം കേട്ടോ. മാം ബാപ്പുക്കോ മേര പ്രണാം, മാം ബാപ്പുക്കോ മേര പ്രണാം എന്നെഴുതി ഇവിടെ എന്ത് എഴുതണം? തുമാര പ്രിയ, എന്തെഴുതാം? തുമാര പ്രിയ എന്നെഴുതാം. പ്രിയ എന്നെഴുതിയിട്ട് ഇവിടെ ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്ന് ബ്രാക്കറ്റിലിടുക. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പാണ്, സിഗ്നേച്ചറാണ്. അത് കഴിഞ്ഞിട്ട് കത്ത് എഴുതുന്ന ആളുടെ പേര് ഇവിടെ എഴുതാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ടു അഡ്രസ്സ് എഴുതണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? സേവാമേം, സേവാമേം എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്സാണ്. ആർക്കാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേര്, അഡ്രസ്സ്, പത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ്സാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതൊന്ന് ബോക്സ് ചെയ്യുക, ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുക.
ഇത്രയായാൽ കത്തായി. ഇത് ഓപ്ഷണലാണ്. 6ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് എഴുതിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ കത്തിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതാണ് പോസ്റ്റർ. പോസ്റ്റർ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വേണം. അത് നിർബന്ധമാണ്. ഔട്ട്ലൈൻ വേണം. ഔട്ട്ലൈൻ എഴുതിയിട്ട് ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ജൽ കി രക്ഷ ഹമാരി സുരക്ഷ, വെള്ളത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? മാർച്ച് 22 വാട്ടർ ഡേ, വേൾഡ് വാട്ടർ ഡേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? വിശ്വ ജൽ ദിവസ്, വിശ്വ ജൽ ദിവസ്. നിങ്ങളുടെ കയ്യിൽ പെൻസിലും പേനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യാമെന്ന് കറുപ്പിച്ച് എഴുതാം കേട്ടോ. കുറച്ച് വലുതാക്കിയിട്ട് എഴുതാം. വിശ്വ ജൽ ദിവസ് എന്ന് എഴുതാം. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പാനി കി രക്ഷ അല്ലേ, അല്ലെങ്കിൽ ജൽ കി രക്ഷ, പാനി കി രക്ഷ, പാനി കി രക്ഷ ഹമാരി സുരക്ഷ, പാനി കി രക്ഷ ഹമാരി സുരക്ഷ. ഇങ്ങനെ വലുതാക്കി തന്നെ എഴുതണം. വലുതാക്കി എഴുതിയിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഒരു നിങ്ങളുടെ ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മേഘത്തിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തുള്ളികളുടെ ചിത്രമോ ഒക്കെ വരച്ച് വെക്കാം. മരങ്ങളുടെ ചിത്രമൊക്കെ വരച്ച് വെക്കാം കേട്ടോ. ഇതും അതേപോലെ എന്ത് ചെയ്യുക? ഒന്ന് ഒരു ബോക്സ് ചെയ്തിട്ട് പെൻസിൽ കൊണ്ട് ഇവിടെ കളർ കൊടുക്കുക. ക്രയോൺ ഉണ്ടെങ്കിൽ ക്രയോൺ ഉപയോഗിക്കാം. 6ാം ക്ലാസ്സുകാർക്ക് ക്രയോൺ ഉപയോഗിക്കാം. ഇതേപോലെ എന്ത് വേറൊരു മെസ്സേജും കൂടെ എഴുതി വെക്കാം. പാനി ഹേ തോ കൽ ഹേ, പാനി ഹേ തോ കൽ ഹേ, ഇങ്ങനെ എഴുതി വെക്കാം. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ പോലെ എഴുതിയിട്ട് ഒന്ന് കളർ കൊടുക്കണം കേട്ടോ. പിന്നെന്താ? ജൽ ഹേ ജീവൻ കാ ആധാർ, അല്ലെങ്കിൽ ജൽ ജീവൻ കാ ആധാർ ഹേ, ജൽ ജീവൻ കാ ആധാർ ഹേ. ഇങ്ങനെ ഒരു മെസ്സേജ് കൂടി അതിൽ എഴുതി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചിത്രം വരയ്ക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക. അവസാനം ഈ പോസ്റ്റർ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ വരച്ച ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കുക. ഇത് യോജിച്ച ചിത്രങ്ങൾ വരച്ച് ചേർക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.